വെള്ളിയാങ്കല്ല് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ. പുഴവക്കിടിയൽ ഭീതിയിൽ പ്രദേശവാസികൾ. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണിടിഞ്ഞു വീണത്. യജ്ഞേശ്വരൻ ക്ഷേത്രത്തിന്റെ പുഴയിലേക്കിറങ്ങുന്ന പടിക്കെട്ടുകളോട് ചേർന്ന ഭാഗത്തെ മണ്ണാണ് പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത്. ഇതോടെ മഴക്കാലമെത്താൻ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുഴവക്കിടിയൽ ആശങ്കയിലാണ് വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തെ താമസക്കാരും നാട്ടുകാരും. മഴക്കാലത്ത് പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കിൽ കരഭാഗം പൂർണ്ണമായി പുഴയെടുക്കുമോ എന്ന ആശങ്കയാണ് ശക്തമാകുന്നത്. മണ്ണിടിഞ്ഞ ഭാഗത്ത് തടയണയുടെ അടിഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കിവെച്ച് താൽക്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പുഴയുടെ അതിശക്തമായ കുത്തൊഴുക്കിന് ഇത് എത്രമാത്രം പ്രതിരോധിക്കുമെന്ന ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത്. നിലവിൽ 33 കോടിയിലേറെ രൂപ ചെലവഴിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം പോരായെന്ന പരാതികളും ഉയർന്നിരുന്നു. 2018 അതിശക്തമായ പ്രളയത്തിനു ശേഷം സെപ്റ്റംബർ 6 പുലർച്ചെ 4:30 സംരക്ഷണ ഭിത്തിയുടെ 50 മീറ്ററോളം ഭാഗം പുഴയിലേക്ക് തകർന്നു വീഴുന്നത്. വീഴ്ചയിൽ 7.5 മീറ്ററിലധികം ഉയരത്തിൽ 100 മീറ്ററോളം ദൂരത്തിൽ സംരക്ഷണ ഭിത്തിക്ക് ഗുരുതരമായ തകരാറുകളും സംഭവിച്ചിരുന്നു. പ്രളയം മൂലം ദിവസങ്ങളോളം തുടർന്ന പുഴയുടെ കുത്തൊഴുക്കിലും വെള്ളപ്പൊക്കത്തിലും സംരക്ഷണ ഭിത്തിക്ക് സംഭവിച്ച ബലക്ഷയമാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് അന്ന് അധികൃതർ നൽകിയ വിശദീകരണം. പിന്നീട് തുടർ വർഷങ്ങളിലുണ്ടായ കുത്തൊഴുക്കിൽ സംരക്ഷണ ഭിത്തിയുടെ തകരാതെ നിന്നിരുന്ന ബാക്കി ഭാഗങ്ങളും തകർന്നു വീണു.